അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പാരായണത്തിൻ്റെ സുജൂദ് എന്ന് പറയുന്നത്, തിലാവത്തിൻ്റെ സുജൂദ് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ 15 സ്ഥലങ്ങളിലാണ് ഉള്ളത്. 14 സ്ഥലങ്ങളിൽ എന്ന അഭിപ്രായമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്ത് അത് തിലാവത്തിൻ്റെ സുജൂദ് തന്നെയാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ അത് ശുക്രിൻ്റെ സുജൂദിൻ്റെ ഭാഗമാണ്, അവിടെ തിലാവത്തിൻ്റെ സുജൂദല്ല എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പ്രബലമായ അഭിപ്രായമല്ല. പ്രബലമായ അഭിപ്രായ പ്രകാരം 15 സ്ഥലങ്ങളിൽ തന്നെയാണ് തിലാവത്തിൻ്റെ സുജൂദുകൾ ഉള്ളത്. അവ സൂറത്തു അറാഫിലെ 206-ാമത്തെ ആയത്ത്, സൂറത്തു റഅദിലെ 15-ാമത്തെ ആയത്ത്, സൂറത്തു നഹ്ലിലെ 50-ാമത്തെ ആയത്ത്, സൂറത്തു ഇസ്രായിലെ 109-ാമത്തെ ആയത്ത്, സൂറത്തു മറിയമിലെ 58-ാമത്തെ ആയത്ത്, സൂറത്തു ഹജ്ജ് 18-ാമത്തെ ആയത്ത്, സൂറത്തു ഹജ്ജിൽ തന്നെ 77-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഫുർഖാൻ 60-ാമത്തെ ആയത്ത്, സൂറത്തു നംൽ 26-ാമത്തെ ആയത്ത്, സൂറത്തു സജദ 15-ാമത്തെ ആയത്ത്, സൂറത്തു സ്വാദ് 24-ാമത്തെ ആയത്ത്, സൂറത്തു ഫുസ്സിലത്ത് 38-ാമത്തെ ആയത്ത്, സൂറത്തു നജ്മ് 62-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഇൻഷിഖാഖ് 21-ാമത്തെ ആയത്ത്, പിന്നെ സൂറത്തുൽ അലക്കിലെ 19-ാമത്തെ ആയത്ത്. ഈ ആയത്തുകളുള്ള സ്ഥലങ്ങളിലാണ് തിലാവത്തിൻ്റെ സുജൂദ് വരുന്നത്, പാരായണത്തിൻ്റെ സുജൂദ് വരുന്നത്. ഈ പാരായണത്തിൻ്റെ സുജൂദ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇത് നിസ്കാരത്തിലും ഇത്തരം സുജൂദിൻ്റെ അവസരം വരും. നിസ്കാരമല്ലാത്ത സമയത്ത് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്തും ഇത്തരം രംഗങ്ങൾ വരും. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ നിസ്കാരത്തിലാണ് ഈ തിലാവത്തിൻ്റെ സുജൂദ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ ഒരു ആയത്ത് പാരായണം ചെയ്തതിന് ശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് പോവാം. ആ ആയത്ത് പാരായണം ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ സുജൂദ് ചെയ്യണം എന്നുള്ള ആ ഒരു കാര്യം വരുന്നത്, സുജൂദിൻ്റെ ആ അടയാളം വരുന്നത് ഒരു ആയത്തിൻ്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഒരു ആയത്തിൻ്റെ നടുഭാഗത്തൊക്കെ ആയിരിക്കും. അപ്പോൾ നേരെ അവിടെ തന്നെ അങ്ങ് സുജൂദിലേക്ക് പോവല്ല ചെയ്യേണ്ടത്, ആ ആയത്തങ്ങ് പൂർത്തിയാക്കുക. ആ ആയത്ത് പൂർത്തിയാക്കിയതിന് ശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ സുജൂദിലേക്ക് പോവുക. ഒറ്റ സുജൂദേ ഉള്ളൂ, 2 സുജൂദില്ല. അങ്ങനെ ആ ഒരു സുജൂദ് ചെയ്തതിന് ശേഷം വീണ്ടും ആ സുജൂദിൽ നിന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് മേലേക്ക് തന്നെ വരിക. എന്നിട്ട് ആ ബാക്കി ഓതുക, നമ്മൾ ആ ഓതി വെച്ചതിൻ്റെ ബാക്കി ഭാഗം ഓതുക. പിന്നെ സാധാരണത്തെ പോലെ നിസ്കരിക്കുക, റുക്കുവും ഒക്കെ ആയിട്ട് പിന്നെ നിസ്കരിക്കുക. ഇനി നിസ്കാരത്തിൽ തന്നെ മറ്റ് ചില സന്ദർഭങ്ങൾ വരും. ഒരു സൂറത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ആയത്തിലാണ് ഈ സുജൂദ് തിലാവ വരുന്നതായിരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യുക? അതാണെങ്കിൽ 3 അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ ഈ ഒരു ആയത്ത് മുഴുവനാക്കിയതിന് ശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് പോകുന്നു. പിന്നീട് ആ സുജൂദ് കഴിഞ്ഞതിന് ശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് മേലേക്ക് തന്നെ വരുന്നു. മേലേക്ക് വന്നതിന് ശേഷം പിന്നെ ഒന്നും പാരായണം ചെയ്യുന്നില്ല, കാരണം സൂറത്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ അവിടെ നേരെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ആ തക്ബീർ കെട്ടി അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അതിനുശേഷം ആ തക്ബീർ കെട്ടിയതിനെ ഉടനെ തന്നെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കുവിലേക്ക് പോകുന്നു. അവിടെ വേറൊന്നും പുതിയതായിട്ട് പാരായണം ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ നിസ്കാരം തുടരുന്നു. അതാണ് ഒരു രീതി. രണ്ടാമത്തെ ഒരു രീതി, ആ ഒരു സുജൂദ് തിലാവ കഴിഞ്ഞ് മേലേക്ക് എഴുന്നേറ്റ് വന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് മേലേക്ക് എഴുന്നേറ്റ് വന്ന് അവിടെ നിന്നതിന് ശേഷം ഒരല്പം പാരായണം ചെയ്യുക. അത് ഈ സൂറത്ത് ഏതായാലും കഴിഞ്ഞു. അപ്പോൾ ഒന്നുകിൽ തൊട്ടടുത്ത സൂറത്ത്, ആ സൂറത്തോ ആ സൂറത്തിലെ ഏതാനും ആയത്തുകളോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൂറത്ത് ഒരല്പം പാരായണം ചെയ്യുക. എന്നിട്ട് റുക്കുവിലേക്ക് പോവുക. അപ്പോൾ എഴുന്നേറ്റ് വന്നതിന് ശേഷം വീണ്ടും പാരായണം ചെയ്യുന്നു എന്നൊരു കാര്യം അവിടെ വരുന്നുണ്ട്. ഇനി മൂന്നാമതൊരു അഭിപ്രായം, ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ, അതായത് ഒരു സൂറത്തിൻ്റെ അവസാനമാണ് സുജൂദ് തിലാവ എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സുജൂദിലേക്ക് പോകാതെ നേരെ സാധാരണ നിസ്കരിക്കുന്ന പോലെ നേരെ റുക്കുവിലേക്ക് പോവുക. ആ റുക്കുവിലേക്ക് പോകുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ ഉണ്ടാവുക, ഇവിടെ ഒരു സുജൂദ് ചെയ്യേണ്ട രംഗമാണല്ലോ, ആ ഒരു സുജൂദും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്താനുള്ള ഒരു നിയ്യത്ത്. അതായത് നമ്മൾ ഈ ചെയ്യുന്ന റുക്കൂ ശരിക്ക് സുജൂദ് എന്ന് പറയുമ്പോൾ അത് വേറെ രൂപത്തിലാണെങ്കിലും നമ്മൾ ഈ തല കുനിക്കുന്നത് ആ ഒരു സുജൂദിനും കൂടെ വേണ്ടിയാണ് എന്നൊരു നിയ്യത്ത് മനസ്സിലുണ്ടാവുക. ഇങ്ങനെ 3 അഭിപ്രായങ്ങൾ. ഇതിൽ ഈ അവസാനം പറഞ്ഞ അഭിപ്രായം അത്ര പ്രബലമല്ല. ഏറ്റവും പ്രബലമായത് ഞാൻ രണ്ടാമത് പറഞ്ഞ അഭിപ്രായമാണ്. അതായത് സുജൂദ് കഴിഞ്ഞ് നേരെ എഴുന്നേറ്റ് വന്നതിന് ശേഷം ഒരല്പം പാരായണം ചെയ്യുക. അത് തൊട്ടടുത്ത സൂറത്തുനിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൂറത്തുനിന്നോ, ഒരു സൂറത്ത് മുഴുവനായിട്ടോ അല്ലെങ്കിൽ കുറച്ചോ, അങ്ങനെ ആ തരത്തിൽ പാരായണം ചെയ്തതിന് ശേഷം റുക്കുവിലേക്ക് പോവുക. അതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. ഇനി സുജൂദ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഇപ്പോൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ ഇമാമ് ആ ഒരു സമയത്ത് സുജൂദ് ചെയ്യൂല. അതൊരു സുന്നത്തല്ലേ എന്നുള്ള രൂപത്തിൽ ചിലപ്പോൾ ചില ഇമാമുമാർ ആ സമയത്ത് സുജൂദ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടെ നിസ്കരിക്കുന്ന മറ്റുള്ള ആളുകളാരും സുജൂദ് ചെയ്യാൻ പാടില്ല. ഇമാമ് ചെയ്താലേ
നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇമാമ് ചെയ്താൽ പിന്നെ ബാക്കി എല്ലാവരും ചെയ്യൽ നിർബന്ധമാണ്. ഇമാമ് ചെയ്താൽ പിന്നെ നമ്മൾ ചെയ്യാതിരിക്കാൻ പാടില്ല, നമ്മൾ എന്തായാലും ചെയ്യണം. ഇനി മറ്റൊരു കാര്യം, ചില സന്ദർഭങ്ങളിൽ ഈ ഇമാമ് അവിടെ സുജൂദിലേക്കാണ് പോയത് എന്ന് പിന്നിലുള്ള ആളുകൾ അറിയാത്തൊരവസ്ഥ വരും. പ്രത്യേകിച്ച് ഇപ്പോൾ പള്ളികളിലൊക്കെ നിസ്കരിക്കുമ്പോൾ മുകൾ ഭാഗത്ത് ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലൊക്കെ ആളുകൾ നിസ്കരിക്കുകയാണെങ്കിൽ മുമ്പൊക്കെ ഈ ഇമാമിനെ ശരിക്ക് കാണാൻ വേണ്ടി അവിടെ മുകൾ ഭാഗത്തൊക്കെ ഒരു ഹോളൊക്കെ ഇട്ടിരുന്നു. പക്ഷേ എന്നാലും ചിലപ്പോൾ അത് കാണാനൊക്കെ പ്രയാസമുള്ള അവസരമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇമാമ് സുജൂദിലേക്കാണ് പോയത് എന്ന് കൂടെ നിസ്കരിക്കുന്ന ആളുകൾ അറിയാത്തൊരവസ്ഥ വരും. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഇമാമ് നേരെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ആയിരിക്കും പോയിട്ടുണ്ടാവുക. പക്ഷേ കൂടെയുള്ള ആളുകൾ ഇത് റുക്കുവാണെന്ന് തെറ്റിദ്ധരിച്ച് റുക്കുവിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. പിന്നെ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുക കൂടെയുള്ള ആളുകൾ. പക്ഷേ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോഴാണ് ഇമാമ് പോയത് സുജൂദിലേക്കായിരുന്നു എന്ന് അപ്പോൾ മനസ്സിലാവുക. അപ്പോൾ എന്താണ് കൂടുതലുള്ളവർ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട, നേരെ ഇമാമിൻ്റെ കൂടെ നിസ്കാരം തുടർന്നാൽ മതി. അവർക്ക് ആ സുജൂദ് കിട്ടിയില്ല എന്നേ ഉള്ളൂ. അവർ വേറെ ആ സുജൂദ് എടുത്ത് വിട്ടൊന്നും വേണ്ട. അവർ റുക്കുവിലേക്ക് പോയി, പക്ഷേ പിന്നെയാണ് മനസ്സിലായത് അത് സുജൂദായിരുന്നു എന്നുള്ളത്. അപ്പോൾ നേരെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇമാമ് മേലേക്ക് വരുന്ന സമയത്ത് അവർ നേരെ അക്ബർ കെട്ടിയിട്ട് പിന്നെ നിസ്കാരം ഇമാമിൻ്റെ കൂടെ തുടർന്നാൽ മതി. അല്ലാതെ പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി നിസ്കാരത്തിലല്ലാത്ത സന്ദർഭങ്ങളിൽ ഈ സുജൂദ് തിലാവ വന്നാൽ എങ്ങനെയാണ്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും പ്രബലമായ അഭിപ്രായ പ്രകാരം ഒരു സുജൂദാണ് ചെയ്യേണ്ടത്. ആ സുജൂദിലേക്ക് പോകുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുജൂദിലേക്ക് പോകേണ്ടത്. പിന്നീട് ആ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് മേലേക്ക് വരുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയേണ്ടതില്ല. നിസ്കാരത്തിലല്ലാത്ത സന്ദർഭങ്ങളിലാണ് പറയുന്നത്. നിസ്കാരത്തിലല്ലാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ സുജൂദിലേക്ക് പോകുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് പറയണം. എന്നാൽ മേലേക്ക് ആ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയേണ്ടതില്ല, സലാം വീട്ടേണ്ടതുമില്ല. ഇതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. ഇനി ഈ സുജൂദ് ചെയ്യുന്നത് കിബിലക്ക് അഭിമുഖമായിട്ടായിരിക്കണോ, അതേപോലെ ഉളു ഉണ്ടായിരിക്കണോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏറ്റവും നല്ലത് കിബിലക്ക് അഭിമുഖമായിരിക്കുക, ഉളു ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ അല്ലാത്ത രൂപത്തിൽ ചെയ്താലും അത് തെറ്റല്ല എന്നുള്ള അഭിപ്രായം പണ്ഡിതന്മാർക്ക് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിബിലയുടെ ഭാഗത്തേക്കല്ലാതെ സുജൂദ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതും ഉളുവോടുകൂടി അല്ലാതെ സുജൂദ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള ആ ഒരു റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് കിബിലയുടെ ഭാഗത്തേക്കായിരിക്കുക, ഉളുവോടുകൂടി ആയിരിക്കുക, ഔറത്ത് മറഞ്ഞിരിക്കുക എന്നുള്ളതൊക്കെയാണ് നല്ലത് എന്ന് അഭിപ്രായപ്പെടാനുള്ള കാരണം. അതേപോലെ സ്ത്രീകളൊക്കെ ഈ ഒരു സുജൂദ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ഓതുമായിരിക്കും. ആ സമയത്ത് ഹിജാബൊന്നും പൂർണ്ണമായ രൂപത്തിൽ ഉണ്ടാവണമെന്നില്ല. ഫുൾ കയ്യോ അല്ലെങ്കിൽ തലയിൽ തട്ടൊന്നും പൂർണ്ണമായ രൂപത്തിൽ ഉണ്ടാവണമെന്നില്ലല്ലോ വീട്ടിലൊക്കെ ആകുമ്പോൾ. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ പൂർണ്ണമായ ഹിജാബോടുകൂടി തന്നെ സുജൂദ് ചെയ്യണോ, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ സാധാരണ ഉണ്ടാവാറുണ്ട്. ഇതിലും പണ്ഡിതന്മാരുടെ അഭിപ്രായം അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, പൂർണ്ണമായ ഹിജാബോട് കൂടി. ഇനി അങ്ങനെ അല്ലാതെ ചെയ്താലും അതിൽ തെറ്റില്ല എന്നുള്ളതാണ് പണ്ഡിത അഭിപ്രായം. പക്ഷേ എങ്കിലും ആ ഒരു രൂപത്തിൽ യഥാർത്ഥ ഹിജാബോട് കൂടി ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മളിങ്ങനെ മറ്റൊരാൾ ഖുർആൻ പാരായണം കേട്ടിരിക്കുന്ന സമയത്ത് ഈ സുജൂദ് തിലാവയുടെ ഭാഗം വന്നപ്പോൾ ആ പാരായണം ചെയ്യുന്ന ആൾ സുജൂദ് ചെയ്തു എന്ന് വിചാരിക്കുക, നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കും സുജൂദ് ചെയ്യാം. അദ്ദേഹം സുജൂദ് ചെയ്യുകയാണെങ്കിൽ, ആ പാരായണം ചെയ്യുന്ന ആൾ സുജൂദ് ചെയ്യുകയാണെങ്കിൽ നമുക്കും സുജൂദ് ചെയ്യാം. ഈ പാരായണം ചെയ്യുന്ന ആൾ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ നമുക്കും സുജൂദ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. അങ്ങനെ അല്ലാത്ത അഭിപ്രായം ഉണ്ട്. എന്നാൽ നമ്മൾ കേൾക്കുന്നത് റേഡിയോയിൽ നിന്നോ മൊബൈലിൽ നിന്നോ അല്ലെങ്കിൽ ടി വിയിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ ഒക്കെ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ സുജൂദ് ചെയ്യേണ്ടതില്ല. കാരണം അതൊരു വ്യക്തി പാരായണം ചെയ്യല്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ സുജൂദ് ചെയ്യേണ്ടതില്ല. ഇപ്പോൾ മൊബൈൽ, കമ്പ്യൂട്ടർ, ടി വി പോലെയുള്ള നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ സുജൂദ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലോ. പക്ഷേ അത് നോക്കി ഓതുന്ന സമയത്ത്, നമ്മൾ മൊബൈലിൽ നോക്കി ഓതുകയാണെങ്കിലും കമ്പ്യൂട്ടർ നോക്കി ഓതുകയാണെങ്കിലൊക്കെ ആ രംഗം വരുന്ന സമയത്ത്, ആ ഒരു സുജൂദ് തിലാവ വരുന്ന സമയത്ത് നമുക്ക് സുജൂദ് ചെയ്യാം. അപ്പോൾ മൊബൈൽ, കമ്പ്യൂട്ടർ പോലെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും മറ്റുള്ള ഉപകരണങ്ങളൊക്കെ അതിൽ നിന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ, ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ നമ്മൾ സുജൂദ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. അതേപോലെ നമ്മൾ കയ്യിൽ മുസഹഫോട് കൂടി പാരായണം ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ മനപ്പാടമുള്ളത് പാരായണം ചെയ്യുകയാണെങ്കിലൊക്കെ ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ നമുക്ക് സുജൂദ് ചെയ്യാം. ഇനി ഈ സുജൂദിൽ എന്താണ് ചൊല്ലേണ്ടത്? സാധാരണഗതിയിൽ നമ്മൾ സുജൂദിൽ ചൊല്ലുന്ന ഏത് പ്രാർത്ഥനയും ചൊല്ലാം. എന്നാൽ പ്രത്യേകമായി ഈ സുജൂദിൽ ചൊല്ലാൻ വന്നിട്ടുള്ള റിപ്പോർട്ടുകളിൽ വന്നിട്ടുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയും ചൊല്ലാം. അതായത് സജദ വജിഹിയ ലില്ലദി ഖലഖഹു വ സവ്വറഹു വ ഷഖ്ക സംഹഹു വ ബസറഹു ബിഹൗലിഹി വ ഖുവ്വതിഹി. എൻ്റെ മുഖത്തെ സൃഷ്ടിക്കുകയും
കാഴ്ചയും കേൾവിയും അതിൽ സംവിധാനിക്കുകയും ചെയ്തത് ഏതൊരുവൻ്റെ ശക്തിയും കഴിവും കൊണ്ടാണോ അവന് ഞാൻ എൻ്റെ മുഖം സാഷ്ടാംഗം ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അവന് ഞാൻ സുജൂദ് ചെയ്തിരിക്കുന്നു എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. വാഹൃദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.